ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വരുന്നത് മുസ്ലിങ്ങളോടൊരു കാര്യം പറയാം. ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴേ ജിഹാദ് ചെയ്യാൻ വേണ്ടിയുള്ള ഭയങ്കര പ്രേരണ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര രസമുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഇതിൻ്റെ ആമുഖം പറയുമ്പോൾ അത് പറഞ്ഞിരുന്നു. അള്ളാഹു പറയണേ, യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും, എന്ത് പറ്റി വിശ്വാസികളെ നിങ്ങൾക്ക്, ഇദാ ഖീല ലക്കും മുൻഫിറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെടൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഞാൻ എന്താ പറഞ്ഞ വാചകം ചോദിച്ചോ, ഇസ്സാഖൽതും ഇലൽ അർദ്. ആ പദം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താന്നുള്ളത്? ആ പദം തന്നെ ഒരു കുറച്ച് കട്ടിയില്ലേ? ഇസ്സാഖൽതും, എന്ന് പറഞ്ഞാൽ അറിയോ, ഭൂമിയിലേക്ക് അങ്ങോട്ട് ഒതുങ്ങ. ഇസ്സാഖൽതും ഇലൽ അർദ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ ആർക്കും ഒഴിവില്ല, എല്ലാവരും എക്സ്ക്യൂസുകൾ പറയും. എന്താ കാരണം എന്നറിയോ? അള്ളാഹ് ചോദിക്കുക, റദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ പരലോകത്തിന് പകരം തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? ഇവിടെ തന്നെ കൂടാൻ കഴിയുമോ എല്ലാ കാലത്തും? ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ, പരലോകത്തിന് മുമ്പിൽ ഇഹലോകത്തിൻ്റെ സുഖാനുഭവം വളരെ തുച്ഛമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ കുറച്ചേ ഉള്ളൂ. അത് വളരെ കൃത്യമായി വല്ലാത്ത പദങ്ങളാണ് അവിടെ പ്രയോഗിച്ചത് മുഴുവൻ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞെന്താ അറിയോ, എക്സ്ക്യൂസുകളായിരുന്നു. ഒരുപാട് എക്സ്ക്യൂസുകൾ. ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. ആകെ തബൂക്ക് യുദ്ധത്തിന് വിളിച്ചപ്പം ഉണ്ടായ സംഗതികളാണിത്. രണ്ട് കാരണമുണ്ട്. ഒന്നെന്താ വെച്ചാൽ അവിടെ ശത്രു കുറച്ച് സ്ട്രോങ് ആയിരുന്നു. റോമക്കാരാണ് തബൂക്കിലുണ്ടായിരുന്നത്. അവർ കുറച്ച് സ്ട്രോങ്, അന്നത്തെ അമേരിക്ക, ചൈന എന്നൊക്കെ പറഞ്ഞ മാതിരി കുറച്ച് സ്ട്രോങ് ടീമാണത്. സാധാരണ ഏതെങ്കിലും ചെറിയൊരു ടീമിനോട് അപ്പോൾ തന്നെ ഒരു ഭയം വരും. രണ്ടാമത്തേത് കാലാവസ്ഥ കുറച്ച് പ്രശ്നമായിരുന്നു, ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൂന്നാമത്തേത് വിളവെടുപ്പിൻ്റെ സമയം. പിന്നെയോ പോകാനുള്ളത് കുറച്ച് ദൂരത്തേക്ക. ഈ യുദ്ധം നടന്ന സ്ഥലത്തേക്ക് മദീനത്തിന് ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് 1000 കിലോമീറ്ററോളം. കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇസ്സാഖൽത്തും. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ദുനിയാവിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയില്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളില്ലെങ്കിലും ഇത് മുമ്പോട്ട് പോകും. അതാണ് 39-40 വചനങ്ങളൊക്കെ. ഇല്ലാ തൻഫിറൂ യുഅദ്ദിബുക്കും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വലാ തദുറൂഹു ഷൈആ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങളില്ലെങ്കിലോ, ചില ആൾക്കാരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞങ്ങളില്ലെങ്കിൽ ആക്ടിവിറ്റി ഒക്കെ നിന്നു പോകും. നോ, ഇത് അള്ളാൻ്റെ മാർഗത്തിലുള്ളതാണെങ്കിൽ അള്ളാഹ് പറഞ്ഞാൽ എന്താ അറിയോ, വേറെ ടീമിനെ കൊണ്ടുവരും. കാരണം എന്താ, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഇല്ലാ തൻസുറൂഹ്, നിങ്ങൾ മുഹമ്മദ് നബിയെ സഹായിക്കാൻ ഒരുക്കമല്ലേ? അദ്ദേഹത്തെ ഇനിയും ഉപദ്രവിക്കുകയാണോ? എന്നാൽ ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ വേണമെന്നില്ല എന്ന്. ഇത് അഖ്റജഹുല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഖാർ, ഓർമ്മല്ലേ? നിങ്ങൾ ആട്ടിപ്പുറത്താക്കിയപ്പോൾ ആ ഗാറ് പിന്നെ സൗർ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നില്ലേ? ആരുണ്ടായിനോ? പേടിച്ചുകൊണ്ട് ഇത് യഖൂലു ലി സഹബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങളുണ്ടോ? ഇല്ലല്ലോ, ആരുമില്ല. നിങ്ങളില്ലാണ്ട് എന്തേ പറ്റിയോ? ഒന്നുമില്ല. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം കൊടുത്തില്ലേ? അദ്ദേഹത്തിന് വലിയ സഹായം ചെയ്തില്ലേ? നിങ്ങൾ അനുഭവിക്കണില്ലേ? കുഫാറുകളുടെ വാക്കുകളും വാചകങ്ങളും തത്വങ്ങളും ഒക്കെ ഏറ്റവും താഴ്ന്നതും അള്ളാഹുവിന്റെ വാക്കുകൾ ഉയർന്നതുമായില്ലേ? വല്ലാഹു അസീസുൻ ഹക്കീം. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ എല്ലാം നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് 41-ാമത്തെ വചനത്തിൽ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലൻ വജാഹിദൂ ബിഅംവാലിക്കും വഅൻഫുസിക്കും ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് എന്ത് വേണം? ജിഹാദ് ചെയ്യണം. അത് സമ്പത്ത് കൊണ്ട് ചെയ്യണം, ശരീരം കൊണ്ട്. എല്ലാവരും മനസ്സിലായിക്കോ, ആരും രക്ഷപ്പെടില്ല കൂട്ടരെ. ഏത് കൊട്ടാരത്തിൽ വസിക്കുന്നവനും ഏത് സുഖജീവിതത്തിൽ വസിക്കുന്നവനും രക്ഷപ്പെടൂല. അത് മനസ്സിലാക്കണം. അതാണ്. എന്നിട്ട് ഭയങ്കര രസമുള്ള ഒരു സംഭവമുണ്ട്. എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കുറച്ച് ആൾക്കാർ വന്നു, ഇതിന് യുദ്ധത്തിന് ഞങ്ങൾക്ക് വരാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നബിയാണ് അനുവാദം കൊടുത്ത്. നബി അനുവാദം കൊടുത്തപ്പോൾ 43-ാമത്തെ ആയത്ത് ഭയങ്കര രസമാണ്. നബി അനുവാദം കൊടുത്തപ്പം അള്ളാഹു നബിയെ ഒന്ന് ആക്ഷേപിച്ചു. പക്ഷെ ആക്ഷേപം ഭയങ്കര രസമാണ്. അത് തുടങ്ങണേ എങ്ങനെ അറിയാം? അഫല്ലാഹു അൻക്, മുഹമ്മദെ അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ.
ചോദ്യം, ആക്ഷേപം പിന്നെയാണ്. എന്തിനാ മുഹമ്മദ് നീ അവർക്ക് ലിമാദിൻ തലഹും ഹത്താ യതബയ്യന ലക്കല്ലദീന സദഖൂ വയഅലമൽ കാദിബീൻ. ഇവർ പറയുന്നത് സത്യമാണോ കളവാണോ എന്നറിയാതെ എന്തിനാ മുഹമ്മദേ നീ അവർക്ക് അനുവാദം കൊടുത്തത്? നബിൻ്റെ അടുത്ത് വന്ന് നബി ഇങ്ങനെ പ്രത്യക്ഷത്തിലേ നോക്കുള്ളൂ. നബി പലരും പല എക്സ്ക്യൂസുകളാണ് പറഞ്ഞത്. നബി വിചാരിച്ചു ഇനിയിപ്പോൾ എന്താക്കണ്ട, ആരെയും പ്രയാസപ്പെടുത്തണ്ട, അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തപ്പോൾ നബി പക്ഷെ ആക്ഷേപിച്ചത് വളരെ ബ്യൂട്ടിഫുള്ളായ ആക്ഷേപം. അതാ രസം. നമ്മളിത് ശ്രദ്ധിക്കണം. മുസ്ലിം സമൂഹം പരസ്പരം ആക്ഷേപിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു പാഠം ഇതിലുണ്ട്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോയത് അതൊന്നും എല്ലാം കൂടി പറയാനുള്ള ഒരു നേരമല്ല. എങ്ങനെ ആക്ഷേപിക്കണം? നമ്മളെ കുട്ടികളൊരു തെറ്റ് നമ്മോട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പറയണം, അഫല്ലാഹു അൻക്, സാരല്ല മോനെ. പക്ഷേ അതാണ് മനോഹരമായ ആക്ഷേപത്തിൻ്റെ രീതി. അതാണ് ഇതെന്താ വെച്ചാൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ ആക്ഷേപിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കുക, എന്തൊരു രസമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ, എന്ത് രസമാണ് എന്ന് വെച്ചാൽ. നേരെ വെച്ചാൽ അഫല്ലാഹു അൻക എന്നുള്ള പദമില്ല നിൽക്കുക. അപ്പോൾ എന്താ ഉണ്ടാകുക? നബി വല്ലാതെ പ്രയാസപ്പെടൂലേ? ലിമാദിൻ തലഹു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നോക്കുക. എന്തിനാണ് മുഹമ്മദ് നീ അവർക്ക് അനുവാദം നൽകിയത്? നിനക്ക് അനുവാദം കൊടുക്കാൻ അവകാശമുണ്ടോ എന്ന് തുടങ്ങിയാലോ നബിക്ക് ഭയങ്കര പ്രയാസം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ മനോഹരമായ ഒരു സംഗതിയാണ്. എന്നിട്ട് അള്ളാഹു വിശദീകരിച്ചു, ഈ തബൂക്ക് യുദ്ധത്തിൽ നബിയുടെ ക്ഷണം, നബിയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചത് ആരാണ്, ആഹ്വാനം സ്വീകരിക്കാതെ ഉള്ളവരാരാണെന്ന് വിശദീകരിച്ചു. അതാണ് പിന്നെ തുടർന്നുള്ള 44-45 ലാ യസ്തഇദിനുക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി. നബിയോട് പറയാണ്, നബിയെ ജിഹാദിന് വിളിച്ചാൽ, സ്വത്ത് കൊടുക്കാനായാലും ശരീരം കൊണ്ടായാലും ഒക്കെ ജിഹാദിന് വിളിച്ചാൽ നബിയെ എക്സ്ക്യൂസ് പറഞ്ഞ് വരിക ആരാ അറിയോ? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ വരൂല. പിന്നെ ആരാ വരിക? അടുത്ത ആയത്ത് അതാ, ഇന്നമാ യസ്തഇദിനുക്കല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നമ്മൾ എല്ലാ മുസ്ലിം സൊസൈറ്റികളും മുസ്ലിം സംഘടനകളും മനസ്സിലാക്കണം, സൂറത്ത് തൗബ നിങ്ങളുടെയൊക്കെ ഭരണഘടനയാക്കണം. ഇത് പഠിപ്പിക്കണം എല്ലാ അംഗങ്ങളെയും. എന്നാൽ എല്ലാ പ്രശ്നവും തീരും, എല്ലാവർക്കും ഇപ്പോഴുള്ള എല്ലാ പ്രശ്നവും തീരും. എന്താ? ആരാണ് അനുവാദം ചോദിക്കുക? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമില്ലാത്തവർ. വർത്താബത്ത് ഖുലൂബുഹും വഹും ഫീ റൈബിഹിം. ഖൽബിൽ ഇങ്ങനെ സംശയം, പോണോ പോണ്ടേ, ഞാൻ ഇന്ന് പോണോ, ഞാൻ ചെയ്യണോ, ഞാൻ തന്നെ ചെയ്യണോ, വേറെ കുറേ ആളുകളല്ലേ. ഇതാണ് ഇവരാണ് അനുവാദം ചോദിക്കുക. ഇവർ പറയും എന്ത്? ഞങ്ങൾക്കന്നോ സൺഡേ അല്ലേ, സൺഡേ പറ്റൂല, അന്ന് ആകെ ഒഴിവുള്ളൊരു ദിവസം, അത് ഫാമിലി ഡേ ആണ്, കുട്ടികൾ എന്ത് വിചാരിക്കും, മക്കൾ എന്ത് വിചാരിക്കും, വീട്ടിൽ ഈ പ്രശ്നമുണ്ട്, ഞങ്ങൾ വന്നാൽ അവിടെ ആര് നോക്കും, ഈ പ്രശ്നം, ഇങ്ങനെ 100,000 അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് അങ്ങനെ ആയിപ്പോവും, ഇങ്ങനെ ആയിപ്പോവും. എൻ്റെ കൂട്ടരെ അള്ളാഹ് ചോദിച്ചില്ല, അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? അള്ളാഹു ആഖിറത്തിലേക്ക് വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങൾ ദുനിയാവിലേക്കാണ്ട് അടഞ്ഞു കൂടുകയാണോ എന്ന് ചോദിക്കണം. എന്നിട്ട് നോക്ക്, ഈ മുനാഫിക്കുകളുടെ മുഖം മൂടി വലിച്ചു കീറുന്ന ആദ്യത്തെ വചനം ഏതാ അറിയോ? സൂറത്ത് തൗബയിലെ 46-47 വചനം. എല്ലാവരും എഴുതി വെച്ചോ, എന്നിട്ടൊന്ന് വായിച്ചു നോക്കി. ഇനി ഭയങ്കര രസമാണ്. 46-47 വചനം അണ്ട് പൊളിക്കാണ്. ഇതുവരെ കൊണ്ടിടുന്നു, ഇനി പറ്റൂല, പൊളിക്ക. വലൗ അറാദുൽ ഖുറൂജ ലഅദ്ദു ലഹു ഉദ്ദതൻ. ഇവ എക്സ്ക്യൂസ് പറഞ്ഞ ആൾക്കാരല്ലേ മുനാഫിക്കുകൾ. അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനുവേണ്ടി ഒരുക്കേണ്ടതെല്ലാം അവർ ഒരുക്കുമായിരുന്നു. വലാകിൻ, കേട്ടോ അടുത്ത വാചകം, കരിഹല്ലാഹും ബിഅസഹും. പക്ഷേ അവരുടെ പുറപ്പാട് അള്ളാഹുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവര് പോന്നാൽ പ്രശ്നം. ഫസബ്ബതഹും, അതുകൊണ്ട് അവരെ പിന്തിരിപ്പിച്ചു നിർത്തി. വഖീല ഖുഉദു മഅൽ ഖാഇദീൻ. അവരോട് ആരോ പറഞ്ഞു, എന്ത്, നിങ്ങൾ ഇവിടെ ഇരുന്നു പോണ്ടാന്നേ, ചീത്താനേ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് വീണ്ടും പറയാം. നോക്ക്, ഇവർ വിചാരിച്ച്, ഈ മുനാഫിക്കുകൾ വിചാരിച്ച് എന്താ പറയുക, ആരും അറിഞ്ഞിട്ടില്ല എന്നാ. അള്ളാഹ് അങ്ങോട്ട് മുഖം മൂടി കണ്ട് ആ മാസ്ക് അഴിക്കുക. ലൗ ഖറജു ഫീകും മാ സാദുകും ഇല്ലാ ഖബാല. നിങ്ങളുടെ കൂട്ടത്തിൽ, മുസ്ലിങ്ങളോട് പറയാം, നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നാശമല്ലാതെ മറ്റൊന്നും അവർ നിങ്ങൾക്ക് നേടിത്തരുമായിരുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാരെന്നും കൊണ്ട് ഒരു സംഘടനയും പോകരുത് കേട്ടോ. കാരണം നാശം ഉണ്ടാക്കും.
ഈ കൂട്ടർ. വല ഔദഉ ഖിലാലകും യബ്ഗൂനകുമുൽ ഫിത്ന വഫീകും സമ്മാഊന ലഹും, നിങ്ങൾക്ക് കുഴപ്പം വരുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിലൂടെ അവർ പരക്കം പായും. വഫീകും സമ്മാഊന, നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പറയുന്നത് ചെവി കൊടുത്ത് കേൾക്കുന്ന ചിലരുണ്ട്. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അള്ളാഹുവിനറിയാം ആരാണ് ലാലിമുകൾ. എത്ര രസം അറിയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സുഹൃത്തുക്കൾ എല്ലാ സംഘടനക്കാരും എല്ലാ മുസ്ലിം സൊസൈറ്റി എല്ലാവരും എനിക്കിഷ്ടമാണ്. ഓരോരുത്തരും ഓരോ ഏരിയയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സിനെയും എഴുത്തിയിട്ട് സൂറത്ത് തൗബ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം തീരും എല്ലാ പ്രശ്നവും, അപ്പം തീരും. എന്നിട്ട് ഭയങ്കര രസമാണ്. ഈ പിന്നെ കുറേ ആൾക്കാർ വന്ന് നബിനോട് പറയാണ്, വമിൻഹും മൻ യഖൂലു ഇദൻ ലീ വലാ തഫ്തിനി, നബിയെ പ്ലീസ് പ്ലീസ് ഒരു പെർമിഷൻ തരണം, പെർമിഷൻ തന്നില്ലെങ്കിൽ ഭയങ്കര ഞാൻ ഫിത്നയിൽ പെടും എന്നാണ് പറഞ്ഞു. നിങ്ങൾ മനസ്സിലായോ ഏതാ ഫിത്ന? ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞേ, റോമിൽ ചെന്നാൽ അവിടെ നല്ല പെൺകുട്ടികളുള്ള സ്ഥലമാണ്, ആ പെൺകുട്ടികളെ കണ്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയൂല. നിങ്ങൾ ആലോചിക്കുക, എന്ത് തോന്നിയാസാ പറയണത്. അത് പറഞ്ഞതാ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ എന്നെ വിളിക്കരുതേ. മറുപടി എന്താ അറിയോ? അള്ളാൻ്റെ അലാ ഫിൽ ഫിത്നതി സഖതു, റോമിലെ പെൺകുട്ടികളല്ല, നിങ്ങൾ ഇപ്പം തന്നെ ഫിത്നയിൽ വീണ് കഴിഞ്ഞു. കാരണം നിങ്ങളെ ഉള്ള ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. വ ഇന്ന ജഹന്നമ ലമുഹീതത്തും ബിൽ കാഫിരീൻ, ജഹന്നമ് കാഫിറുകളെ നോക്കൂ. ഇതിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. വമിൻഹും വമിൻഹും വമിൻഹും, നിങ്ങൾക്കറിയാം 8ഓളം സ്ഥലങ്ങൾ, 8ഓളം രീതികളിൽ വമിൻഹും 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 എന്ന് പറഞ്ഞ് മുനാഫിക്കുകളുടെ മുഖം വലിച്ചീറുക. അവരുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെ പറയുന്നവർ. ഇതെല്ലാം കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വാക്യം വായിച്ചു നോക്കണം. ഭയങ്കര വമിൻഹും 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 ഒന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. മനസ്സിലായില്ലേ? ഈ ഖുർആൻ വളരെ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇത് ഫാത്തിഹ എന്ന് ഈ സൂറത്തിന് തന്നെ പേര് കിട്ടിയത്. അതുകൊണ്ടാണ്. എന്നിട്ട് അവരുടെ കുറച്ച് സ്വഭാവങ്ങളെ കാണിച്ചു തരികയാണ്. ഖുൽ അൻഫിഖൂ തൗഅൻ ഔ കർഹൻ ലൻ യതഖബ്ബല മിൻകും ഇന്നകും കുൻതും ഫാസിഖീൻ. അവരോട് പറയാം, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നാലും ആരെയും നിർബന്ധിച്ച് തന്നാലും നമുക്ക് വേണം, നമ്മൾ സ്വീകരിക്കൂല. സ്വീകരിക്കൂല. എന്താ കാരണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാന്ന് പറയോ? ഇല്ല അന്നഹും കഫറൂ ബില്ലാഹി വബി റസൂലിഹി. ഒന്ന്, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ കാഫറാക്കി. ശരിക്കും കാഫറാക്കിൻ്റെ ഇവർ പോരാ. വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, അലസന്മാരായ അല്ലാതെ നിസ്കരിക്കാൻ വരില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോ കേട്ടോ, ഇതിലേതെങ്കിലും നമ്മളിതുണ്ടോ? വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, വല്ലർക്കും വല്ലതും കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര വെറുപ്പോട് കൂടിയാ കൊടുക്കുക, ഇഷ്ടത്തോട് കൂടി കൊടുക്കൂല. അവിടെയാണ് 55-ാമത്തെ ആയത്ത് നബിനോട് പറയുന്നത്, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും, ഇവരുടെ സമ്പത്തോ ഇവരുടെ മക്കളോ ഇങ്ങനെ കൗതുകപ്പെടുത്തേണ്ടതില്ല നബിയെ. അത് പ്രശ്നമാണ്. ഓർക്ക് അത്ര പൈസ ഉണ്ട്, ഇവർക്ക് പൈസ ഉണ്ട്. നോ, അത് നമ്മളെ സബ്ജക്റ്റ് അല്ല. മനസ്സിലായില്ലേ? എന്നിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി നോക്കൂ, 58-ാമത്തെ വചനത്തിൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ കൃത്യമായി ആ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. വമിൻഹും മൻ യൽമിസുക, ഞാൻ പറഞ്ഞല്ലോ മിൻഹും 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 ഉണ്ടെന്ന്, അത് നിങ്ങളിങ്ങനെ നോക്കണേ. വമിൻഹും മൻ യൽമിസുക ഫിസ് സദഖാത്ത്, അവരുടെ കൂട്ടത്തിൽ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ നിന്നെ ആക്ഷേപിക്കുന്ന ചിലർ. എന്തിനാ മുഹമ്മദ് ഇങ്ങനെ പൈസ വാങ്ങണം, അള്ളാഹ് പൈസ കൊടുക്കൂലേ എന്നൊക്കെ അമ്മാരിയൊക്കെ ചോദ്യം. ഫൈൻ ഉഅ്തു മിൻഹാ റദു, അതിൽ നിന്ന് അവർക്ക് നൽകപ്പെടുന്നത് പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നബിക്ക് കിട്ടിയ സക്കാത്തോ സദഖയൊക്കെ കൊടുക്കുമ്പോൾ വിലുണ്ടാവും, ഊരിക്കണോട് വിലുണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ്, അങ്ങോട്ട് കൊടുക്കാം. വഇല്ലം യഅ്തു മിൻഹാ ഇദാ ഹും യസ്ഖതൂൻ, കൊടുത്തിട്ടില്ലെങ്കിലോ ഭയങ്കര ദേശീയക്കാരൻ, ഭയങ്കര. അതാണ് വലൗ അന്നഹും റദൂ മാ അതാഹുമുല്ലാഹ്, അവരോട് പറയാം ഭയങ്കര വാക്ക, അള്ളാഹും അവൻ്റെ റസൂലും കൊടുത്തതിൽ അവർ തൃപ്തി അടഞ്ഞിരുന്നുവെങ്കിൽ. എന്നിട്ട് ഹസ്ബുനല്ലാഹ് എന്ന് പറയണ്ടേ അവർ. നമ്മളെ രീതി അതാണ്, സംസ്കാരം അതാകണം. അള്ളാഹു മാത്രം മതി. അപ്പോഴോ സയുതീനല്ലാഹു മിൻ ഫദ്ലിഹി, അപ്പം അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരും. ഞങ്ങൾക്ക് തരും. അതല്ലേ നിങ്ങൾ പറയേണ്ടത്, ആ വാക്കാണ് നിങ്ങൾ പറയേണ്ടത്. എന്നിട്ട് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് 60-ാമത്തെ അധ്യായത്തിൽ വചനം എല്ലാവർക്കും അറിയാലോ, അത് വിശദീകരിച്ചു. പിന്നെ ഇങ്ങനെ വമിൻഹും വമിൻഹും അങ്ങനെ പോകുക. വമിൻഹും ഒരുപാടുണ്ട്. അതൊക്കെ ഇവരുടെ ഈ സ്വഭാവം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഈ മുനാഫിക്കുകളുടെ ആ വളിഞ്ഞ സ്വഭാവങ്ങളുണ്ടല്ലോ,
ഒരുപാടെണ്ണം ഉണ്ട്, പറഞ്ഞാൽ തീരില്ല. പക്ഷെ ചിലതൊക്കെ പറയാതിരുന്നാൽ യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറ തുനബ്ബിഹും ബിമാ ഫീ ഖുലൂബി. അവസാനം മുനാഫികൾക്ക് പേടിയായി. അതേ പറഞ്ഞു, നമ്മളെ ഉള്ളിലുള്ളത് ഒരു സൂറത്ത്, ഒരു അധ്യായം അവതരിച്ചുകൊണ്ട് പറഞ്ഞു പോകുമോ എന്നുള്ള പേടി, ഭയങ്കരം. അങ്ങനെ പേടി വന്നു ഇവർക്ക്, അങ്ങനെ പേടി. അവരുടെ സ്വഭാവങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ പറയുക, മുഅ്മിനും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. എന്താ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ബഅ്ദുഹും മിൻ ബഅദിൻ യഅ്മുറൂന ബിൽ മുൻകർ, ചീത്ത കാര്യങ്ങൾ കൽപ്പിക്കും. വയൻഹൗന അനിൽ മഅറൂഫ്, നല്ലതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, തടയും. മുസ്ലിങ്ങളോ മുഅ്മിനുകളോ തുടർന്ന് തന്നെ പറഞ്ഞത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, ഭയങ്കര ഇൻറ്റിമേറ്റ്സ് ആയിരിക്കും. എന്താ അടയാളം? നേരെ ഓപ്പോസിറ്റാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നമ്മൾ നോക്കണം നമ്മളുടെ ക്വാളിറ്റി അതാണോ. നല്ലത് കൽപ്പിക്കും, തിന്മ തടയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഅ്മിനുകളുടെ അള്ളാഹുവിൻ്റെ അടുത്ത് അവർക്കുള്ള സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ വരുന്നത് യഥാർത്ഥത്തിൽ ഏത് രീതിയിലാണ് മുനാഫിക്കുകളോട് ജിഹാദ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ ശൈലി എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇനിയും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വരുന്നത് 90-ാമത്തെ വചനം. അത് ഒറിജിനൽ എക്സ്ക്യൂസ് ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നബി ഈ ജിഹാദിന് വിളിച്ചപ്പോൾ വരാൻ സാധിക്കാത്ത പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ഈ 90-ാമത്തെ വചനം മുതൽ തുടങ്ങുന്നത്. ഒറിജിനൽ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് മതിയായ കാരണമുണ്ടായിരുന്നു. ആ കാരണം എന്താണ് എന്ന് അള്ളാഹു വിശദീകരിക്കുക. അപ്പോൾ ഏതാണ് യഥാർത്ഥ കാരണം അല്ലാത്തത്? യാത്തദിറൂന ഇലൈക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതൊരു ജുസ് തുടങ്ങുകയാണ്. യാത്തദിറൂന ഇലൈക്കും ഇദാ റജഅ്തും ഇലൈഹിം, അതാണ് 94-ാമത്തെ വചനം. യാത്തദിറൂന ഇലൈക്കും ഇദാ റജഅ്തും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മുഅദ്ദിറൂനുണ്ട്. വജാ അൽ മുഅദ്ദിറൂന മിനൽ അറാബി ലിയുഅ്ദന ലഹും, ഗ്രാമീണ അറബികളിൽ നിന്ന് ഒഴിവ് കഴിവ് ബോധിക്കാനുള്ളവർ നബിയുടെ അടുത്ത് വന്നു സമ്മതം ചോദിച്ചുകൊണ്ട്. വഖഅദല്ലദീന കദബുല്ലാഹ വറസൂലഹു, തങ്ങൾക്ക് സമ്മതം നൽകപ്പെടാൻ വേണ്ടി അവർ വന്നത്. എന്നിട്ട് അവർ അള്ളാഹുവിനോടും റസൂലിനോടും കളവ് പറഞ്ഞു, പല ഇല്ലാത്തതും പറഞ്ഞു, ഞങ്ങൾക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട്. അവർക്ക് എക്സ്ക്യൂസ് ഇല്ല. പിന്നെ ലൈസ എക്സ്ക്യൂസ് ഉള്ള ഒരു ടീമിനെ പറഞ്ഞു. അതാരാ? ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർള വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജുൻ. അതാണ്, ബലഹീനരുണ്ട്, അതുപോലെ രോഗികളുണ്ട്, അതുപോലെ ഈ ജിഹാദിന് പോകുമ്പോൾ ചെലവഴിക്കാൻ പണം ഇല്ലാത്തവരുണ്ട്. അവരൊക്കെ അള്ളാഹുവിനോടും റസൂലിനോടും ഗുണകാംക്ഷയുള്ളവരാണെങ്കിൽ അവർക്ക് എക്സ്ക്യൂസ് കൊടുക്കാം എന്ന് പറഞ്ഞു. അള്ളാഹു പൊറുക്കുന്നവനാണ്. പക്ഷേ മറ്റവർക്ക് എക്സ്ക്യൂസ് ഇല്ല. മറ്റവരെ കൽപ്പിച്ചു കൂട്ടി കളവ് പറഞ്ഞവരാണ്, അവർക്കെന്തില്ല? എക്സ്ക്യൂസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടിങ്ങനെ പിന്നീട് ഒരുപാട് ഈ മുനാഫിക്കുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം മുനാഫിക്കുകൾ ആറാബികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പരുപരുത്ത ഗ്രാമീണ ജീവികളാണ്. അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അത് ഈ മുസ്ലിങ്ങളിൽപ്പെട്ടവരും ഇസ്ലാമിൻ്റെ കാര്യത്തിൽ സ്ട്രോങ് ആയിരുന്നു, മുനാഫികളുടെ കൂട്ടത്തിൽ അവർ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് അൽ അറാബു അഷദ്ദു കുഫ്റൻ വ നിഫാഖൻ എന്നൊരു വേർഡ് ഒരിക്കൽ പറയുന്നുണ്ട്. അവരാണ് ഏറ്റവും കടുപ്പത്തിൽ കുഫ്റും നിഫാഖുമുള്ളവർ അവരാണ്. കാരണം അവർ വല്ലാതെ പരിഹസിക്കും. അവരൊരു പരിപരുത്ത പ്രകൃതക്കാരായതുകൊണ്ട് അവർ പരിഹസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആരാകണം എന്ന് പറഞ്ഞു. അതാണ് 100-ാമത്തെ വചനം. എല്ലാവരും ശ്രദ്ധിച്ചു വെക്കണം. 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വല്ലദീന തബഉഹും ബിഇഹ്സാൻ. നമ്മൾ ആരായിരിക്കണം എന്ന് പറയാം. നമ്മൾ ആരായിരിക്കണം? മുൻകടന്നു പോയ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ആ പാത പിന്തുടരുന്നവരായിരിക്കണം. അള്ളാഹു നമ്മളാ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെ പറഞ്ഞപ്പോൾ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലിക്കൽ ഫൗസ്. നോക്കൂ, എന്തുകൊണ്ട് സലഫുകളുടെ മൻഹജ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. എല്ലാവരും ചോദിക്കലുണ്ട് എന്തിനാണ് ഇതാണ് എൻ്റെ മറുപടി. നോക്കൂ, സഹാബികൾ, താബിഈകൾ, മുഹാജിറുകളാകട്ടെ അൻസാറുകളാകട്ടെ, അവർ ചെയ്ത നന്മയിൽ അവരെ പിൻപറ്റി. അവരായിരിക്കണം നമ്മൾ. അതാണ് യഥാർത്ഥ രീതി എന്ന് പറയുകയാണ്. പിന്നീട് ഈ മുനാഫിക്കുകൾ ഉണ്ടാക്കിയൊരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അവരൊരു പള്ളി ഉണ്ടാക്കി, മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞു. ചരിത്രം നിങ്ങൾക്കറിയാം, നമുക്കവിടെ വിശദീകരിക്കാൻ നേരില്ല. 107-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. വല്ലദീന ഇത്തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ
മുഅ്മിനീങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ മസ്ജിദുൽ ദിറാർ ഉണ്ടാക്കിയവർ അവരെന്താ ഉദ്ദേശിച്ചത്? അവർ അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു കേന്ദ്രമാണ്, അല്ല നിസ്കരിക്കാനുള്ളതല്ല. അവർ സത്യം ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ സത്യമായിട്ടും ഞങ്ങൾ നബിനോട് ഒരൊറ്റ വാക്കാന്ന് പറഞ്ഞു, ലാ തഖും ഫീഹി അബദ, അവിടെ പോയി നീ നിസ്കരിച്ചു പോകരുത് എന്ന് പറഞ്ഞു. നബി നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, ആ പള്ളി ചുട്ടുകരിക്കാൻ വേണ്ടി നബി കൽപ്പന പുറപ്പെടുവിച്ചു, അത് ചുട്ടുകരിച്ച്. അതാണ് യഥാർത്ഥത്തിൽ എന്ത് മസ്ജിദ് ദിറാറിൻ്റെ കഥ. അങ്ങനെ ഒരുപാട് ഞാൻ പറയുന്നില്ല, ഒരുപാട് കേന്ദ്രങ്ങൾ പലരും ഉണ്ടാക്കുന്നു. ഇസ്ലാമിക സൊസൈറ്റിയുടെ ഈ ഒരു ഐക്യമുണ്ടല്ലോ, ഇത് ഇസ്ലാമിക സൊസൈറ്റിയുടെ ഈ കെട്ടുറപ്പ് എല്ലാവർക്കും ഒരു അസൂയ, അത് പരാജയപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാർ. എന്നിട്ട് മുസ്ലിങ്ങളോട് ചെലവാക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിച്ചു. അതാണ് 111 ആയത്ത്. ഭയങ്കര ആയത്താണ്, ഭയങ്കര രസമുള്ള ആയത്ത്. എല്ലാവരും അത് നോക്കണം. നമുക്കൊക്കെ ആവേശം നൽകേണ്ട ഒരു വചനമാണത്. 111 ആയത്ത്. അതെന്താ? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗം കൊടുക്കാം എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. ഭയങ്കര കച്ചവടം, വലിയ കച്ചവടം. യുദ്ധത്തിന് പോകുന്ന അല്ലെങ്കിൽ ജിഹാദിന് പോകുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത് ഇത് രണ്ടുമാണല്ലോ. അവർക്ക് സ്വർഗം കിട്ടും. എന്നിട്ട് അടുത്ത ആയത്ത് അതിലേറെ രസം. 112. എല്ലാവരും ശ്രദ്ധിച്ചോ. പോകാൻ കഴിയാത്തോലോ, നേരത്തെ പറഞ്ഞ ബലഹീനരി രോഗികളൊക്കെ എന്ത് ചെയ്യണം? അതാണ് 112 വചനം. അന്ന് സമാധാനിപ്പിക്കുന്ന രീതി ഭയങ്കര. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാക്കിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ. അതാരാ? പോകാൻ പറ്റാത്തവർ, പശ്ചാത്തപിക്കുന്നവർ. അവർ ആരാധനയിൽ ഏർപ്പെടുകയാണ്, സ്തുതികീർത്തനം ചെയ്യുകയാണ്, കുമ്പിടുന്നു, സാഷ്ടാംഗം, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു. അതാണ് അവർ ചെയ്യുന്നത്. അത് ജിഹാദാ, അത് ജിഹാദ. ഈ മറ്റ് ജിഹാദുകൾക്ക് പോകാൻ സാധിക്കാത്തവർ അങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ വന്നിട്ട് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞു, ഒരു കാരണവശാലും നബിയോ അല്ലെങ്കിൽ വിശ്വാസികളോ മുശ്രിക്കീങ്ങൾക്ക് അവർ എത്ര അടുത്ത ബന്ധമുള്ളവരായാലും ശരി അവർക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. അതിനൊരു മര്യാദയെ നമ്മൾ പഠിക്കണം. 113 വചനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്, വളരെ കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. പിന്നീട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന കുറച്ച് ആളുകളുടെ തൗബ അള്ളാഹു സ്വീകരിച്ച കഥയാണ് 117 വചനം. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി അല്ലദീന ഇത്തബഉഹു ഫീ സഅത്തിൽ ഉസ്റ മിൻ ബഅദി മാ കാദ യസീഉ ഖുലൂബു ഫരീഖ് മിൻഹും സുമ്മ താബ അലൈഹിം. പിടിച്ചു നിന്നു. നിങ്ങൾക്കറിയാലോ കഥ, നിങ്ങൾ കഥയൊന്ന് വായിച്ചു നോക്കണം. 3 ആളുകളെക്കുറിച്ച് വഅലസ്സലാസത്തിൽ ലദീന ഖുല്ലിഫു, മാറി നിന്ന 3 ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ കളവൊന്നും പറഞ്ഞില്ല, ഒരു തോന്നിയാസവും റസൂലിൻ്റെ മുമ്പിൽ സംഭവിക്കാൻ അവർ പോയില്ല. ആരൊക്കെയാണ്? കഅബ് ബിൻ മാലിക്, ഹിലാൽ ബിൻ ഉമയ്യ, മുറാറത്ത് ബിൻ റബിയ. അൻസാറുകളാണ് 3 ആൾക്കാരും. അവർക്ക് ആ സമയത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പം അങ്ങനെയുള്ള അവരെ അവസാനം അള്ളാഹു എന്ത് ചെയ്തു? അവർക്ക് ഭയങ്കര പ്രയാസമുണ്ടായി. ഒരുപാട് തരം സമൂഹത്തിൽ നിന്ന് ഒരുപാട് തരം ബഹിഷ്കരണങ്ങൾ അവർ നേരിട്ട് അവസാനം അവർക്ക് ലോകം ഇടുങ്ങിയതായി തോന്നി. എന്നാലും അവർ വിട്ടില്ല, പിടിച്ചു നിന്നു. തൗബ ചെയ്ത് അവസാനം സുമ്മ താബ അലൈഹിം ലിയതൂബു ഇന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം. അവസാനം അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. കാരണം എന്താ അറിയോ? അവർ നബിയോട് എക്സ്ക്യൂസ് പറഞ്ഞില്ല, അവരോട് നബിയോട് വന്ന് സത്യം പറഞ്ഞു. നബിയെ, ഇതാണ് കാരണം, ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത് ഞങ്ങളുടെ കൃഷിയായിരുന്നു, ഞങ്ങളുടെ അതായിരുന്നു എന്ന് കാരണം പറഞ്ഞു. ഈ 3 ആളുകളെക്കുറിച്ച് പ്രത്യേകം ഇതിൽ പരാമർശിച്ചു എന്നർത്ഥം. ഇങ്ങനെ ഇത് അവസാനിക്കുകയാണ് ഈ അധ്യായം. അവസാനിക്കുമ്പോൾ ജിഹാദിൻ്റെ ഫലായിലുകൾ വീണ്ടും ഓർമ്മിപ്പിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ, എന്തിനാ അറിയുന്നത്? മനുഷ്യൻ മറന്നു, അതുകൊണ്ട് ഓർമ്മിപ്പിക്കാം. നമ്മൾ ആരെ കൂടെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅ സാദിഖീൻ എന്ന ആയത്ത് അവിടെ വന്നത് എവിടെ? ആ 3 ആളുകളുടെ സത്യസന്ധത കാരണം അവർ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇവിടെ നിൽക്കണം, സത്യം പറയുന്നവരുടെ കൂടെ. നോക്കൂ, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കുറച്ച് പ്രയാസമുണ്ട്, എന്നാലും അതായിരിക്കും ഏറ്റവും നല്ലത്.
അതാണ് ഈ മൂന്നാളുകളുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജിഹാദിന്, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളോട് പറയുന്ന ഒരു വല്ലാത്ത മനോഹരമായ ആയത്തുണ്ട്. 120-ാമത്തെ ആയത്ത്. അവർക്ക് എന്തൊക്കെ കിട്ടാണ്ട്, അവർ ആ മാർഗത്തിൽ ذَلِكَ بِأَنَّهُمْ لَا يُصِيبُهُمْ ظَمَأٌ وَلَا نَصَبٌ وَلَا مَخْمَصَةٌ فِي سَبِيلِ اللَّهِ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാഹമോ വിശപ്പോ പട്ടിണിയോ അനുഭവിക്കേണ്ടി വന്നാൽ ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സാലിഹ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാൻ വേണ്ടി ഒരു യാത്ര നടത്തി ഒരു സ്ഥലത്ത് പോയി അതിങ്ങനെ വിശദീകരിച്ച് പറയാം. എന്ത് ചെയ്താലും അള്ളാഹു രേഖപ്പെടുത്തും. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. പോരെ, നോക്കൂ, ഒരു മുജാഹിദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാൻ പുറപ്പെടുന്ന ഒരു ഇസ്ലാമിക പ്രവർത്തകൻ, അവൻ മനസ്സിലാക്കണം, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങുന്നത് മുതൽ അവൻ്റെ മീറ്റർ ചാലുക. മീറ്ററില്ലേ, ടാക്സിൻ്റെ ഒക്കെ മീറ്റർ, അതേമാതിരി അള്ള മീറ്റർ വെച്ചിട്ടുണ്ട്, ചാലുക. അവനിങ്ങനെ പോണ വഴിയിൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി പിന്നെ കഫ്റ്റീരിയയിൽ കയറി നിൽക്കാം, അതും കൂടി ഉണ്ടാവും. അത് അവൻ വിശ്രമിച്ചു നോക്കാം, അതും. അപ്പോഴൊക്കെ മീറ്റർ വർക്കിംഗ്, മീറ്റർ നിൽക്കില്ല. എല്ലാം അവൻ ഉറങ്ങിയതൊക്കെ എഴുതി വെക്കും അള്ളാൻ്റെ അടുത്ത്. തിരിച്ച് ഈ പണിയൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ വീട്ടിലെത്തിയിട്ടേ ആ മീറ്റർ ഓഫ് ആവുള്ളൂ. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തിനാണ്? ലിയജ്സിയല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ. 129-ാമത്തെ ആയത്ത് അവസാനിക്കണം അങ്ങനെയാണ്. അവർ ചെയ്തതിന് കംപ്ലീറ്റ്ലി അള്ളാഹ് അവാർഡ് കൊടുക്കണം. അതിന് വേണ്ടി ഭയങ്കരമാണ് മുസ്ലിമീങ്ങൾക്കൊക്കെ വിട്ടല്ലേ. ഞാൻ അതുകൊണ്ട് പറഞ്ഞു മുസ്ലിം സംഘടനകളൊക്കെ ഇത് പഠിപ്പിക്കണം ഈ സൂറത്ത്. ഭയങ്കര രസം, ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായിട്ടില്ല ഇങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നും ഇത് പറഞ്ഞു പോണത്. പക്ഷേ നമുക്കങ്ങനെ അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജിഹാദ് അവസാനിപ്പിച്ചു. ജിഹാദ് അവസാനിപ്പിച്ചിട്ട് സൂറത്ത് അവസാനിക്കില്ല. ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഓർപ്പിക്കണം. എന്താ അറിയോ? അത് ഭയങ്കര അതെന്താ അറിയോ? ജിഹാദൊക്കെ ശരി തന്നെ, പക്ഷേ വലിയൊരു ജിഹാദ് ഉണ്ട്. ഇപ്പോൾ ജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് പറഞ്ഞ ജിഹാദിൽ ഖുർആൻ കൊണ്ടുള്ളൊരു ജിഹാദ് പറയുന്നുണ്ട്. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഈ ഖുർആൻ നിങ്ങൾക്ക് എത്ര കിട്ടിയോ അതിനനുസരിച്ച് നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കും. നിങ്ങൾക്കറിയോ, സൂറത്തുൽ അൻഫാൽ തുടങ്ങിയെടുത്ത് നിങ്ങൾ എൻ്റെ ഒപ്പം വരണം. യസ്അലൂനക അനിൽ അൻഫാൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. എവിടെ? അൻഫാലിൻ്റെ ആദ്യ ഭാഗത്ത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൽപ്പെട്ടാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഇനി തൗബ അവസാനിക്കണേ എങ്ങനെയാണ് നിങ്ങൾക്ക്? തൗബ അവസാനിക്കണോടത്ത് ശ്രദ്ധിച്ചോ. 124-ാമത്തെ ആയത്ത് ഭയങ്കര അത്ഭുതമുള്ള ആയത്താണ്. ജിഹാദ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. 124-ാമത്തെ ആയത്ത് എല്ലാവരും കാണാതെ പഠിച്ചിട്ട് സൂക്ഷിച്ചു വെക്കണം. എന്താ? وَإِذَا مَا أُنْزِلَتْ سُورَةٌ فَمِنْهُمْ مَنْ يَقُولُ أَيُّكُمْ زَادَتْهُمْ هَذِهِ إِيمَانًا فَأَمَّا الَّذِينَ آمَنُوا فَزَادَتْهُمْ إِيمَانًا وَهُمْ يَسْتَبْشِرُونَ. ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചു തന്നത്? എന്നാൽ സത്യവിശ്വാസികൾക്കാകട്ടെ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ഫഅമ്മല്ലദീന ആമനൂ ഫസാദത്തുഹും ഈമാനാ വഹും യസ്തബ്ശിറൂൻ. അവർ ഭയങ്കര സന്തോഷം കൊണ്ടു. ഭയങ്കര. നോക്ക്, സൂറത്ത് അൻഫാൽ തുടങ്ങിയത് ഇവിടെ അവസാനിച്ചു. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ. ഖുർആൻ മനസ്സിലാത്തത് ആർക്കാ? ഹൃദയത്തിൽ രോഗമുള്ളവർക്ക്. അവർക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം. അവരുടെ ദുഷ്ടതയിലേക്ക് ദുഷ്ടത വരും. അതുകൊണ്ടാണ് ഈ ഖുർആൻ ഇങ്ങനെ വിമർശിക്കാൻ ഈ കൂട്ടർ നടക്കുന്നത്. ഇതൊരു ഭയങ്കര രസമുള്ള സംഭവം. എന്നിട്ട് അവിടെ നിന്ന് അവസാനിക്കണില്ല. എന്നിട്ട് പറയും, നിങ്ങളെന്ന് മനസ്സിലാക്കേണ്ടത് അവലാ യറൗന അന്നഹും യഫ്തനൂന ഫീ കുല്ലി ആമിൻ ഔ മറതൻ ഔ മറതൈൻ. നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ കൊല്ലവും 1-2 തവണ കടുപ്പുള്ള പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നില്ലേ? ഇങ്ങോട്ട് എന്തെന്ന് ആലോചിക്കാത്തത്? എന്താ ആലോചിക്കാത്തത്? ഭയങ്കരല്ലേ. 127-ാമത്തെ വചനം അതിൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഭയങ്കര രസമാണ്. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ. ഏതെങ്കിലും ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ നദറ ബഅദുഹും ഇലാ ബഅദിൻ. അവരിൽ ചിലർ മറ്റു ചിലരെ അങ്ങനെ നോക്കും. എന്താ നോക്കണ അറിയോ? ഹൽ യറാക്കും മിൻ അഹദിൻ. ആരെങ്കിലും കാണുന്നുണ്ടോ?
സുമ്മൻ സറഫു, എന്നിട്ട് അവർ തിരിഞ്ഞു കളയും. ഖുർആനേ ഇങ്ങനെ ഒരു നോട്ടം നോക്കൂ, എന്നിട്ട് സ്വീകരിക്കൂല, തിരിഞ്ഞു കളയും. കാരണം എന്താ? ആരും കാണില്ല, നബി സാഹിബത്തൊന്നും നോക്കണില്ല. അപ്പോഴോ സറഫല്ലാഹു ഖുലൂബഹും ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അള്ളാഹു അവരുടെ മനസ്സുകളെ തിരിച്ചു കളയും. അതാണ് അവസാനിക്കുന്നത് മക്കിയായ 2 വചനങ്ങളെ കൊണ്ടാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. എന്താണ് ആയത്ത്? നിങ്ങളത് ശരിക്കും വായിച്ചോളിട്ടോ, ഞാൻ അവസാനിപ്പിക്കാം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും നിങ്ങൾക്കിതാ കൂട്ടരെ, നിങ്ങളിൽ തന്നെയുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവൻ, സത്യവിശ്വാസികളോട് അത്യന്തം ദയാലു, കാരുണ്യവാനാണ് അദ്ദേഹം. വിശ്വസിച്ചൂടെ നിങ്ങൾക്ക്? ഫഇൻ തവല്ലൗ, ഇനിയും നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ, തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖുൽ, പറഞ്ഞോ നബിയെ, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ഇലാഹില്ല. അലൈഹി തവക്കൽത്, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുകയാണ്, ഇനി എനിക്ക് കഴിയില്ല. വഹുവ റബ്ബുൽ അർശിൽ അലീം, അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ. മാഷാ അല്ലാഹ്, ഇതൊരു ഓട്ടപ്രദക്ഷിണമാണ് തൗബയിലൂടെ. അള്ളാഹു കൂടുതൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.